അപ്പൊ നമുക്ക് നൊണേശൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേരിട്ട് നൊണേശനാണ് കൂടുതൽ യോജിക്കുന്നത്, നൊണറായിയാണ് കൂടുതൽ യോജിക്കുന്നത്. നമുക്ക് നോക്കാം. പിണറായിക്ക് നൊണറായി എന്നുള്ളൊരു പേര് ഞാനിടുക നൊണറായി എന്ന് ഞാൻ പേരിടുകയാണ്. അപ്പൊ നൊണേശനാണ് നൊണറായിയാണ് ഏറ്റവും യോജിക്കുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞ 5 പച്ചക്കള്ളങ്ങളെ പറഞ്ഞു. ഒരു നരേറ്റീവ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നേതാക്കളെല്ലാം പറയുന്നത് താങ്കൾ തുടർച്ചയായിട്ട് നുണ പറയുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു നരേറ്റീവ്. അത് എന്തുകൊണ്ടാ പറയണെന്ന് മനസ്സിലായില്ലേ? എന്നെ കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഞാൻ ഗ്രഹപാഠം ചെയ്തും എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് പറയും. ഞാൻ ഗ്രഹപാഠം ചെയ്ത് നിയമസഭയിലും പുറത്തും സംസാരിക്കുന്ന ഒരാളാണ്, വിശ്വാസ്യതയുള്ള ഒരാളാണ് എന്നുള്ളൊരു റേറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കളയാൻ വേണ്ടിയിട്ട് മറ്റേ അവൻ നമ്മുടെ ശത്രുവാണ് അവനെ പ്രേഴ്സിപ്പെടുത്തണമെന്ന് പറഞ്ഞ് ശങ്കരാടി ചേട്ടൻ മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ ഇവൻ അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ അതങ്ങ് കളയണം എന്ന് വിചാരിച്ചാൽ. അപ്പൊ നമുക്ക് നൊണേശൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേരിട്ട് നൊണേശനാണ് കൂടുതൽ യോജിക്കുന്നത്, നൊണറായിയാണ് കൂടുതൽ യോജിക്കുന്നത്. നമുക്ക് നോക്കാം. പിണറായിക്ക് നൊണറായി എന്നുള്ളൊരു പേര് ഞാനിടുക നൊണറായി എന്ന് ഞാൻ പേരിടുകയാണ്. അപ്പൊ നൊണേശനാണ് നൊണറായിയാണ് ഏറ്റവും യോജിക്കുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞ 5 പച്ചക്കള്ളങ്ങളെ പറഞ്ഞു. ഈ കഴിഞ്ഞ 1 മാസം പറഞ്ഞ 5 പച്ചക്കള്ളങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പേരൊന്നും വിളിക്കുന്നില്ല. എന്നെ 30 കാർഡാണ് 20 കാർഡും 10 വീഡിയോയുമാണ് എനിക്കെതിരെ കഴിഞ്ഞ 5 മാസമായിട്ട് എല്ലാ ദിവസവും AKG സെന്ററിൽ നിന്ന് ഇടുന്നത്. AKG സെന്ററിൽ നിന്ന് പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട് എന്താ തെറ്റിപ്പോയത്? അവിടെ ഞങ്ങൾ തുടങ്ങിയെന്നെ. അവിടെ ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഏരിയ വൈസ് ഇത് ചെയ്തു തുടങ്ങി. വീടുകളുടെ സ്ഥലം ഡിവൈഡ് ചെയ്ത് തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട്. അല്ലല്ല അതൊക്കെ ആ പ്രൊസീജിയർ ഇല്ലാണ്ട് അവിടെ കംപ്ലീറ്റ് സ്ഥലം ഡിവൈഡ് ചെയ്ത് തുടങ്ങി. നിങ്ങൾ നിങ്ങൾ സർക്കാർ വെച്ച കേക്ക് അല്ലല്ല ഇത് ഡിവൈഡ് ചെയ്യണ്ടേ ആദ്യം. ഈ ഇത്ര സെന്റ് വെച്ച് അല്ലല്ല അതിപ്പോ തൽക്കാലത്തേക്കുള്ള നമ്മളിപ്പോ മറയൊക്കെ ഇട്ടിട്ട് ചെയ്യുമല്ലോ സാധാരണ. അതുപോലത്തെ പ്രിക്കോഷൻസ് ആണ്. എല്ലാ വീടുകൾക്ക് വേണ്ടി തരംതിരിച്ച് സൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം അവിടെ എല്ലാ നടപടി. നിങ്ങൾ എന്തിനും ഇതിന്റെ പുറകെ പോകണം? നിങ്ങൾ സർക്കാർ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്ത വീട്ടിലെ ആള് താമസം തുടങ്ങിയില്ലല്ലോ. എത്ര ദിവസമായി? അല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തിനാ ഉദ്ഘാടനം ചെയ്തത്? അല്ല, അത് 1 കൊല്ലം കൊണ്ടാണ്. 1 കൊല്ലം 4 മാസം കൊണ്ടാണ് ചെയ്തത്. ഞങ്ങൾ 1 കൊല്ലം എടുത്തില്ലേ സ്ഥലം മേടിക്കാൻ? കേൾക്ക്. അല്ലല്ല, 1 കൊല്ലം എടുത്തോ സ്ഥലം മേടിക്കാൻ? 1 കൊല്ലം എടുത്തോ? സർക്കാർ 1 കൊല്ലം എടുത്തോ സ്ഥലം മേടിക്കാൻ? എടുത്തോ? ഞാൻ കേൾക്ക് അതിന് പറയാം മറുപടി. 1 കൊല്ലം സർക്കാർ എടുത്ത സ്ഥലം ഞങ്ങൾക്ക് സ്ഥലം തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്ഥലം അന്വേഷിച്ചു പോയി. ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം എടുത്തു. അതങ്ങനെ അത് നിങ്ങൾക്കുള്ള വിവരമാണ്. ഞാനാണല്ലോ മുഖ്യമന്ത്രിയോട് സംസാരിച്ച, നിങ്ങളല്ലല്ലോ. ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലം തരില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ 100 വീട് വയ്ക്കുന്ന ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലം തരാതെ ഞങ്ങൾ എങ്ങനെയാണ് 100 വീട് വയ്ക്കുന്നത്?